ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ അധ്യായമായ ഇന്ത്യയെ മനസ്സിലാക്കാം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു അധ്യായം നമ്മൾ ഇട്ടായിരുന്നു, അതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടങ്ങാം. ഇതിലെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, പിന്നെന്താണ്, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ എന്നിങ്ങനെ ഇന്ത്യയെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അടുത്തത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് നോക്കാം. ഉത്തരപർവ്വത മേഖല എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത്? ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഹിമാലയ പർവ്വതനിര. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് എന്ത്? ഹിമാലയ പർവ്വതനിര. ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഹിമാലയ പർവ്വതനിര. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ കൊടുമുടിയാണ്. ഏതാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ കൊടുമുടി? കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ കൊടുമുടിയാണ്. അടുത്ത പോയിന്റ്, ഹിമാലയ പർവ്വതനിരയിൽ നിന്നും നിരവധി നദികൾ ഉദ്ഭവിച്ച് ഒഴുകുന്നു. ഹിമാലയ പർവ്വതനിരയിൽ നിന്നും നിരവധി നദികൾ ഉത്ഭവിച്ച് ഒഴുകുന്നു. ഈ നദികളിൽ പ്രധാനപ്പെട്ടവയാണ് ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. ഈ നദികളിൽ പ്രധാനപ്പെട്ടവയാണ് ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. അപ്പോൾ ഉത്തരപർവ്വത മേഖല ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണെന്ത്? ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഹിമാലയ പർവ്വതനിര. ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ കൊടുമുടിയാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഹിമാലയൻ പർവ്വതനിരയിൽ നിന്നും നിരവധി നദികൾ ഉത്ഭവിച്ച് ഒഴുകുന്നുണ്ട്. ഈ നദികളിൽ പ്രധാനപ്പെട്ടവയാണ് ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ഏതാണ്? ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. അപ്പോൾ എന്താണ് സമതലങ്ങൾ? അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയുടെ തെക്കായിട്ടാണ്. ഉത്തര മഹാസമതലം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തര പർവ്വത മേഖലയുടെ തെക്കായിട്ടാണ്. ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉത്തര മഹാസമതലമൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. അടുത്ത പോയിന്റ് എന്താണ്? അതിനാൽ ഈ സമതലത്തെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ സമതലത്തെ എന്താ അറിയപ്പെടുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നും അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ പ്രധാന കാർഷിക മേഖലയാണ് ഇവിടം. ഇന്ത്യയിലെ പ്രധാന കാർഷിക മേഖലയാണ് ഇവിടം. എവിടെ? ഉത്തര മഹാസമതലം. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് മുതലായവയാണ് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന മുഖ്യ വിളകൾ. എന്തൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് മുതലായവയാണ് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന മുഖ്യ വിളകൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഉത്തര മഹാസമതലം അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തര മഹാസമതലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര പർവ്വത മേഖലയുടെ തെക്കായിട്ടാണ് ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉത്തര മഹാസമതലം അടിഞ്ഞുകൂടിയത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് അറിയപ്പെടുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നും അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ പ്രധാന കാർഷിക മേഖലയാണ് എവിടെ? ഉത്തര മഹാസമതലം. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് മുതലായവയാണ് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന മുഖ്യ വിളകൾ. അടുത്ത പോയിന്റ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതയുള്ള ഭൂപ്രകൃതി വിഭാഗമാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശമാണ് പീഠഭൂമികൾ.
അപ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതുമാണ്. മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശമാണ് എന്ത്? പീഠഭൂമികൾ. അടുത്ത പോയിന്റ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ: ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവ. അടുത്ത പോയിന്റ്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം. കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം. ഒട്ടേറെ ധാതു വിഭവങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് ഉപദ്വീപീയ പീഠഭൂമി? എവിടെയാണ്? വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള ഭൂപ്രകൃതി വിഭാഗമാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശമാണ് പീഠഭൂമികൾ എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ: ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവ. കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം. കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായതാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി. ഒട്ടേറെ ധാതു വിഭവങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, തീരസമതലങ്ങൾ. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതലങ്ങളാണ് ഇവ. എവിടെയാണ്? അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതലങ്ങളാണ് തീരസമതലങ്ങൾ. ഇവയെ പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയെ എങ്ങനെയാണ്? പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കേരളം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അപ്പോൾ കേരളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഒന്നുകൂടെ വായിക്കാം. തീരസമതലങ്ങളായി എന്താണ്? അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതലങ്ങളാണ് ഇവ. ഇവയെ പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ കേരളം എവിടെ ഉൾപ്പെടുന്നത്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ദ്വീപുകളെ കുറിച്ചാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അപ്പോൾ ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകളാണ് ലക്ഷദ്വീപുകൾ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപാണ് ഏത്? ലക്ഷദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അറബിക്കടലാൽ ചുറ്റപ്പെട്ട് ഇന്ത്യയുടെ ഭാഗമായ ദ്വീപാണ് ഏത്? ലക്ഷദ്വീപ്. അടുത്ത പോയിന്റ്, കവരത്തിയാണ് ഈ ദ്വീപുകളുടെ ആസ്ഥാനം. അപ്പോൾ ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ്? കവരത്തിയാണ്. അടുത്ത പോയിന്റ്, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ അറബിക്കടലിലാണെങ്കിൽ ലക്ഷദ്വീപാണ്. പിന്നെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇവയുടെ ആസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാറിന്റെ ആസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം ഏതാണ്? കവരത്തി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകളാണ് ഏത്? ലക്ഷദ്വീപുകൾ. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാ? കവരത്തിയാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണേത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇവയുടെ ആസ്ഥാനം എവിടെയാ? പോർട്ട് ബ്ലെയർ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ്. ഇന്ത്യയിലെ നദികളെ പൊതുവെ ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നദികളെ പൊതുവെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്? ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. അപ്പോൾ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികൾ. അവ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏതൊക്കെയാണ് ഉദാഹരണം? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ നദികളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയ പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഉപദ്വീപീയ മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ഉപദ്വീപീയ മേഖലകളിൽ നിന്നും ആണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയ്ക്ക് എന്താണ്? ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ്.
ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇന്ത്യയിലെ നദികളെ പൊതുവെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും എങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഹിമാലയ പർവ്വതനിലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഏത്? ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അടുത്തത് ഉപദ്വീപീയ മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഏത്? ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഒക്കെയാണ് എന്ത്? ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണം. അടുത്ത പോയിന്റ് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ എന്താണ്? വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്കുള്ളത്. മഴ, താപനില എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 4 വ്യത്യസ്ത ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. അപ്പം മഴയെയും താപനിലയും അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള ഋതുക്കളാണുള്ളത്? 4 തരത്തിലുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, 2 വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, 3 ശൈത്യകാലം, 4 വേനൽക്കാലം. അപ്പോൾ വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത് എന്ന് പറഞ്ഞു. മഴേനെയും താപനിലേനെയും ബേസ് ചെയ്തിട്ട് 4 വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? 1 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, 2 വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, 3 ശൈത്യകാലം, 4 വേനൽക്കാലം. ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഇടവപ്പാതി എന്നും ഈ കാലത്തെ അറിയപ്പെടുന്നു. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. എല്ലാ ചോദ്യപേപ്പറിലും ഇങ്ങനെ ഒരു ജോഗ്രഫിന്ന് ഈ പാർട്ടിൽ നിന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഇതെന്താ അറിയപ്പെടുന്നത്? ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇക്കാലത്ത് കേരളത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് കേരളത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്. ഈ കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസ് സിൻഡ്രം ഇന്ത്യയിലാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസ് സിൻഡ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ്. അപ്പോൾ അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ ഏത് കാലത്താണ് അനുഭവപ്പെടുന്നത്? ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് ഇന്ത്യയിൽ പൊതുവെ മഴയുടെ ലഭ്യതയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ പൊതുവെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ അപേക്ഷിച്ച് വടക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഗണ്യമായ കുറവാണ് മഴയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഇക്കാലത്ത് ലഭിക്കുന്ന മഴയെ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താ അറിയപ്പെടുന്നത്? ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ അടുത്ത പോയിന്റ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ശൈത്യകാലം ഏത് മാസങ്ങളിലാണ്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ശൈത്യകാലത്ത് തമിഴ്നാടിൻ്റെ തീരപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നു. അപ്പോൾ ശൈത്യകാലത്ത് തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നു. ശൈത്യകാലം പൊതുവെ വരണ്ടതായിരിക്കും. ശൈത്യകാലം എങ്ങനെയാണ്? പൊതുവെ വരണ്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇക്കാലത്ത് ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സമയത്ത് ശൈത്യകാലത്ത്, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ എന്താണ്? ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നു. അടുത്ത പോയിന്റ് എന്താണ്? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് കേരളത്തിൽ വേനൽ മഴ ലഭിക്കുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് എന്ത്? വേനൽ മഴ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഇക്കാലത്ത് വരണ്ട ഉഷ്ണക്കാറ്റ് വീശുന്നു. ഇതുമൂലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില ഗണ്യമായി ഉയരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥ വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. താപനിലയെയും മഴേനെയും അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയിൽ 4 വ്യത്യസ്ത ഋതുക്കളാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. അവ ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്ക് മൺസൂൺ കാലം, ശൈത്യകാലം, വേനൽക്കാലം. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് ഇത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം.
അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഇടവപ്പാതി എന്നും ഈ കാലത്തെ അറിയപ്പെടുന്നു. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിൽ എന്താ അറിയപ്പെടുന്നത്? ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യയിലെ കാർഷിക കാലമാണിത്. ഇന്ത്യയിലെ കൃഷി ചെയ്യുന്ന ഏറ്റവും വിളവെടുക്കുന്ന കാലമാണ് ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ. ഇക്കാലത്ത് കേരളത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് കേരളത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഈ കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതാണ് മൗസിൻഡ്രം. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ്. അടുത്ത പോയിന്റ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് ഇന്ത്യയിൽ പൊതുവെ മഴയുടെ ലഭ്യതയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിൽ എങ്ങനെയാണ് മഴ? ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഇക്കാലത്ത് ലഭിക്കുന്ന മഴയെ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്നാണ് ശൈത്യകാലം? ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ശൈത്യകാലത്ത് തമിഴ്നാടിൻ്റെ തീരപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നു. ശൈത്യകാലത്താണ് തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, ശൈത്യകാലം പൊതുവെ വരണ്ടതായിരിക്കും. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇക്കാലത്ത് ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇക്കാലങ്ങളിൽ എങ്ങനെയാണ്? ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. ഇക്കാലത്തിൽ കേരളത്തിൽ വേനൽ മഴ ലഭിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഇത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഇക്കാലത്ത് വരണ്ട ഉഷ്ണക്കാറ്റ് വീശുന്നുണ്ട്. ഇതുമൂലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ താപനില ഗണ്യമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളുമാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി അറബിക്കടലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്നും കൂടി വായിച്ചു തരാം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. ഈ വൈവിധ്യങ്ങളെ അനുസരിച്ച് സസ്യജാലങ്ങളിലും ജന്തുജാലങ്ങളിലും ഒട്ടേറെ വൈവിധ്യങ്ങൾ നമുക്കുണ്ട്. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകളും മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങളും ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാന്, മയില്, വേഴാമ്പൽ മുതലായ അനേക പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് അറബിക്കടലിൻ്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഇത് നമ്മുടെ കേരളം. അടുത്ത പോയിന്റ്, പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് സഹ്യപർവ്വതത്തിനും ഇടയിലായിട്ടാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് എന്താണ്? സഹ്യപർവ്വതം. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഭൂപ്രകൃതിയെക്കുറിച്ച് നോക്കാം. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണവ. ഒന്നുകൂടെ വായിക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണവ. അതിനെക്കുറിച്ച് നോക്കാം. തീരപ്രദേശം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് ഇത് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. തീരപ്രദേശം ഏകദേശം കേരളത്തിന്റെ തെക്കു മുതൽ വടക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ ഭാഗമെല്ലാം കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ്. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള പ്രദേശമാണ് ഇവിടെ തീരപ്രദേശം.
ഒന്നുകൂടെ നോക്കാം. തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എങ്ങനെയാണ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇടനാട്, മലനാട്, തീരപ്രദേശം. അതിൽ തീരപ്രദേശമാണ് നമ്മൾ നോക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് എന്ത്? തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. തീരപ്രദേശം ഏകദേശം കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ വ്യാപിച്ചെടുക്കുന്നുണ്ട്. ഈ ഭാഗമെല്ലാം കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശമാണ്. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള പ്രദേശമാണ് ഇത് തീരപ്രദേശം. അടുത്ത പോയിന്റ് നോക്കാം. ഏതാണ്? ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇടനാട്. 7.5 മീറ്റർ വരെ ഏതാണെന്ന് പറഞ്ഞു? തീരപ്രദേശം. അപ്പോൾ അവിടുന്ന് തൊട്ട് 7.5 മീറ്റർ തൊട്ട് 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. കായലുകൾ, അഴിമുഖങ്ങൾ, മണൽത്തിട്ടകൾ, തുരുത്തുകൾ, തോടുകൾ പിന്നെന്താണ് എന്നിവ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ്. കായലുകൾ, അഴിമുഖങ്ങൾ, പിന്നെന്താ തുരുത്തുകൾ, തോടുകളൊക്കെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദികളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. അപ്പോൾ ചെറിയ കുന്നുണ്ടാവും, നദികളുണ്ടാവും, അതൊക്കെ ചേർന്ന് താഴ്വരകളൊക്കെ ചേർന്നതാണ് എന്ത്? ഇടനാട് മേഖല. കായലുകൾ, അഴിമുഖങ്ങൾ, മണൽത്തിട്ടകൾ, തുരുത്തുകൾ, തോടുകൾ എന്നിവയെല്ലാം ചേർന്നതാണ് ഈ പ്രദേശം. അടുത്ത പോയിന്റ് നോക്കാം. മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് എന്ത്? മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിച്ചു വരുന്നത്. അപ്പോൾ മലനാട്ടിൽ നിന്നാണ് നമ്മുടെ ഏകദേശം എല്ലാ നദികളും ഉത്ഭവിച്ചു വരുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. മലനാട്ടിൽ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് എന്താറിയപ്പെടുന്നത്? മലനാട് എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഈ മലനാട്ടിൽ നിന്നാണ് കേട്ടോ. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണെന്ത്? കേരളത്തിന്റെ മലനാട് പ്രദേശം. അടുത്തത് കേരളത്തിലെ നദികളെ കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന എത്ര നദികളുണ്ട്? ടോട്ടൽ 44 നദികളുണ്ട്. അതിൽ ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ എങ്ങോട്ട് ഒഴുകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. പിന്നെ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണേത്? പെരിയാർ. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. കബനി, ഭവാനി, പമ്പാർ എവിടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത പോയിന്റ് എന്താണ്? കേരളത്തിൻ്റെ കായലുകളെ കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ കായലുകൾ: വേളിക്കായൽ, അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, കൊടുങ്ങല്ലൂർ കായൽ, കഠിനംകുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, ഇടവാക്കായൽ, പരവൂർ കായൽ, പൊന്നാനിക്കായൽ, കടലുണ്ടിക്കായൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന കായലുകൾ. അപ്പം നമ്മുടെ കേരളത്തിലെ പ്രധാന കായലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേളിക്കായൽ, അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, കൊടുങ്ങല്ലൂർ കായൽ, കഠിനംകുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, ഇടവാക്കായൽ, പരവൂർ കായൽ, പൊന്നാനിക്കായൽ, കടലുണ്ടിക്കായൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന കായലുകൾ. ഇവയിൽ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലുത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് വെള്ളായണിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പൂക്കോട്ടുകായൽ എന്നിവ. അപ്പോൾ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? വെള്ളായണിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പൂക്കോട്ടുകായൽ എന്നിവ. അടുത്ത പോയിന്റ് എന്താണ്? കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടുന്നില്ല. ഇതിന് കാരണം സമുദ്ര സാമീപ്യമാണ്.
അപ്പോൾ കേരളത്തിൽ അതികഠിനമായ ചൂടോ തണുപ്പോ ഇല്ലാത്തതിന് കാരണം എന്താണ്? സമുദ്രത്തിൻ്റെ സാമീപ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഈ കാലത്തെ ഇടവപ്പാതി എന്നാണ് അറിയപ്പെടുന്നത്. കാലവർഷം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇടവപ്പാതി, കാലവർഷം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെ തുലാവർഷം എന്നറിയപ്പെടുന്നു. വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെ എന്താണ് അറിയപ്പെടുന്നത്? തുലാവർഷം എന്നറിയപ്പെടുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടി ലഭിക്കുന്ന മഴയാണ് എന്ത്? തുലാവർഷം, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ എന്താ പേരിൽ അറിയപ്പെടുന്നത്? ഇടവപ്പാതി എന്നും പിന്നെ കാലവർഷം എന്നും അറിയപ്പെടുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് തുലാവർഷം എന്നറിയപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, ഡിസംബർ മാസത്തിൽ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യം കൊണ്ടാണ് ശൈത്യകാലം കാഠിന്യമേറിയതാവാത്തത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ കാലാവസ്ഥ എന്താണ്? മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂട് തണുപ്പോ ഇല്ല. അതിന് കാരണം എന്താണ്? സമുദ്ര സമീപമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഈ കാലത്ത് എന്താണ് അറിയപ്പെടുന്നത്? ഇടവപ്പാതി എന്നും കാലവർഷം എന്നും കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് തുലാവർഷം എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അപ്പോൾ എപ്പോഴാണ് മഴ? ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കുന്നത്. അപ്പോൾ 6ാമത്തെ അധ്യായമായ ഇന്ത്യയെ മനസ്സിലാക്കാമെന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.